ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 800120. അപ്പൂപ്പ താഴേക്കൊന്ന് ഇറങ്ങി വാ അപ്പൂപ്പ. 2K കിഡ്സാ എന്റെ മൂത്ത മകളുടെ സന്താനാ വിളിക്കുന്നത്. അച്ഛാ ഒന്ന് താഴോട്ട് ഇറങ്ങി വാ അച്ഛാ. അത് 90 കിഡ്സ് എന്റെ ഇളയ മോളാ. എത്ര നേരം കൊണ്ട് വിളിക്കുന്ന മനുഷ്യ ഇങ്ങോട്ടൊന്ന് കേറി വരാൻ. ആ ഇത് അല്പം പഴയതാ 70 കിഡ്സ് എന്റെ പെണ്ണുമ്പിള്ള. ടെറസിൽ ഒറ്റയ്ക്ക് ഓടിക്കാതെ എനിക്ക് കൂടെ കൊണ്ട് താടാ. അത് 50 കിഡ്സ് എന്റെ അച്ഛനാ. കുറച്ചു ദിവസം കൂടി വിളി കേൾക്കണം. പക്ഷെ നമ്മളെപ്പോലെ ഉള്ളവന് അല്പം വൈബ് വേണമെങ്കിൽ ഇത് എന്നാ ചലന. അപ്പോ ആരോ വരണം. അയ്യോ അങ്കിൾ. ആ മക്കളെ നമസ്കാരം നമസ്കാരം. മരുമോനെ ഇരിക്കും. ഇല്ല അങ്കിൾ, ഞാൻ ഇവിടെ നിന്നോളാം. പിന്നെ 15 മിനിറ്റ് നിന്ന് കളിക്കുള്ള പരിപാടിയാണോ? പിന്നെ സോ ഞാൻ വന്നത് പറഞ്ഞ മക്കളെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ ആയിക്കോട്ടെ. ഞാൻ വളരെ സത്യസന്ധനായ ഒരാളാണ്. എനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ മോളെ നിനക്ക് വിവാഹം കഴിച്ച് തരാൻ തീരുമാനിച്ചത്. എല്ലാം ഞാൻ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. പറയണമല്ലോ. ഒന്നുകൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വേണം. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോ അങ്കിൾ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ചു എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അച്ചുവിന് ഒരു അഫയർ ഉണ്ടായിരുന്നെന്നും വൺ മിസ്റ്റർ മൊറച്ചർക്കൻ നിങ്ങളെ അങ്ങനെ ആ കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി അതൊരു നല്ല കുട്ടി ആയതുകൊണ്ടാണ് നേരത്തെ കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ചത്. ഞാൻ വളർത്തിയതാണ് അവളെ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. എന്റെ മനസ്സിൽ കള്ളമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു സംശയവും ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്ന് അറിയണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. സോ പ്രാങ്ക് കൊള്ളാം. അപ്പൊ അതിന് എനിക്കൊന്ന് അറിയണം. ജനറേഷനിലെ പിള്ളേരല്ലേ, അല്പ സ്വല്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ കാലമല്ലേ. പക്ഷെ അതിനകത്തൊന്നുമില്ല. മനസ്സിലായി? ഒന്നുമില്ല. ഞാൻ എന്റെ ശേഷാറും ചെറുക്കനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. എനിക്ക് അതിൽ ഒരു സംശയമോ ഒന്നുമില്ല. എനിക്കൊന്ന് ജസ്റ്റ് പുള്ളിയുടെ വായിൽ നിന്ന് എനിക്കൊന്ന് കേൾക്കണം. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേൾക്കണം, അത്രയേ ഉള്ളൂ. ഓക്കേടെ മക്കളെ, നിനക്ക് ടെൻഷൻ വേണ്ട. നിങ്ങൾ ഇനി ജീവിക്കാനുള്ളവരല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞു പോകുന്നത് നല്ലതല്ലേ. ഒരു ചായ കുടിച്ചാലോ? ചായ കുടിച്ചോണ്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടെ പിടിക്കാന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. വേണ്ട. ഓക്കെ മക്കളെ അനുകരിക്കണം. ഓ ഇതായിരുന്നു മനസ്സിലായോ? പിന്നെ ആരാ? ഇതാണ് അച്ഛനെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ. ഹലോ. അല്ല എന്താ മാമ വിളിച്ചേ? എടാ ഞാൻ അത് വേറൊന്നും അല്ല. ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് അത് പറയാനാണ്? എന്താ മാമ പറ. നീ പറ. അച്ചുമായിട്ട് നിങ്ങൾ പണ്ട് ഒരു ചെറിയ ബന്ധം ഉണ്ടായിരുന്നു എന്ന് അച്ചു എന്നോട് പറഞ്ഞു. അല്ല മാമ, അത് സംഭവം അറിയോ? ഞങ്ങൾ കുഞ്ഞിനാളിന് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണല്ലോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന്. അങ്ങനൊരു സംഭവം ഇല്ലെന്നാ പറയുന്നത്. പിന്നെ അച്ചു എന്നെ എന്റെ അടുത്ത് കള്ളം പറഞ്ഞോ? അതിനെപ്പറ്റി എനിക്ക് സത്യസന്ധമായ കാര്യം എനിക്കറിയണം. നിങ്ങൾ വായിക്കുന്നത് എനിക്കത് കേൾക്കണം. ഞങ്ങൾ കുഞ്ഞിനാള് മുതലേ ഒരുമിച്ച് വളർന്നവരാണ്. ആയിക്കോട്ടെ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. കാരണം ഞാൻ എന്റെ കാര്യം അറിയാലോ. എനിക്കറിയാം. ഈ പുള്ളിയുടെ ജോലി എന്താണെന്നറിയോ? മെത്തേഡ് പണിയാ. മെത്തേഡ് ബിസിനസ് അല്ല, പിന്നെ കട്ടിലിന്റെ പുറത്ത് വെറുതെ കിടക്കുക. അത് തന്നെയാണ് പുള്ളിയുടെയും പണി. അല്ല ഞാൻ പറയട്ടെ, അച്ചു എന്നോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കും ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികം. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടി ഞാൻ തന്നെ എന്റെ അച്ഛന്റെ ചെലവിലാണ് വീട്ടിൽ ജീവിക്കുന്നത്. അച്ഛൻ പറഞ്ഞല്ലോ. അതെ, അച്ഛൻ പണിക്ക് പോയാലാണ് എനിക്ക് വീട്ടിലോട്ട് എല്ലാം കിട്ടുന്നത്. അപ്പൊ അവൾ എന്റെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പണിക്ക് പോണ്ടി വരും. അതെ, അത് ശരിയാ. അതുകൊണ്ട് എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ല. നിനക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ജോലിയുള്ള ചെറുക്കനെ കിട്ടുവാണെങ്കിൽ കല്യാണം കഴിച്ചോ, ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞാണ്. അളിയൻ ധൈര്യമായിട്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ നിന്നാൽ അച്ചു സേഫ് ആണ്. അത്ര എനിക്ക് പറയാം. അതെനിക്കറിയാം. നിനക്ക് ഇവന്റെ വായിന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ലോ, യാതൊരു ബന്ധമില്ല. ഓക്കെ മാമ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. പോയിട്ട് പോവാൻ പറ്റേ. വാ ഒരു സെക്കൻഡ്. എടാ ജാവോ പൈസ ഗൂഗിൾ പേ കർണാ ഹേ. ഓ ഇട്ടേക്കാം. ആരാ നിങ്ങൾ രണ്ടുപേരും കൂടെ കിടന്ന് അടിയിലൂടെ വിചാരിച്ചിട്ട് പിടിച്ചു മാറ്റാൻ വേണ്ടി 2 ബംഗാളികളെ ഞാൻ താഴെ വിളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞു വിട്ടതാ. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ മാമ അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും കാര്യമല്ലേ? മോനെ ഒന്ന് സന്തോഷിക്കണം. നീ ഇങ്ങനെ മസിൽ വിളിച്ചിരിക്കാതെ പറഞ്ഞു വിടൂ. ചുമ്മാ അല്പ ദേഷ്യമൊക്കെ ആയിരുന്നു. നീ തുറന്നു പറഞ്ഞപ്പോഴേക്കും അതങ്ങ് മാറി. അല്ല ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ മാമ. ഇല്ലടാ പറ. അടിക്കോ? അടിക്കാനോ? ഞാനില്ല, ഒരിക്കലുമില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യ. അടിക്കാനോ മദ്യപിക്കാനോ? നീ അടിക്കോടാ. ഞാനൊരു 4 പെഗ്ഗൊക്കെ അടിക്കും. 4 പെഗ്ഗൊക്കെ അടിക്കും മാമ.
ഞാനൊരു 5 പേക്കൊക്കെ അടിക്കും കേട്ടോ. പിന്നല്ലാതെ എടാ ആണുങ്ങളായ 2 പേക്ക് അടിക്കണം. നമ്മൾ അടിച്ചാലല്ലേടാ അതിന് ഒരു ഗുമ്മുള്ളൂ. എങ്കിലും ആണുങ്ങളാകത്തുള്ളൂ. പിന്നല്ലാതെ സംഭവം മാമനൊഴി മാമ. അതെ ഉണ്ടായടാ നമ്മൾ ആണുങ്ങൾ സംസാരിക്കുമ്പോൾ. ഒഴിക്കും മാമ. ഈ ഗ്ലാസ് ഞാനും ബിയറൊക്കെ അടിക്കും കേട്ടോ. ബിയർ വാങ്ങിച്ചിട്ടില്ലടേ. ഇതും കഴിക്കും. ഇതും കഴിക്കും ചെറിയ രീതിയിലൊക്കെ. ആണുങ്ങളാവുമ്പോ കഴിക്കോ? ചെറിയ രീതിയിലൊക്കെ. ഇതങ്ങ് ആദ്യം പറഞ്ഞില്ലായിരുന്നു, നമുക്കറിയാം. നല്ല അച്ചാറും അല്ലോ ഒരു. അച്ചാറില്ലടാ, ഇത് താണ്ട ഇത് ഇതാ തണ്ണിമത്തൻ. തണ്ണിമത്തനാണ് നല്ലത്. തണ്ണിമത്തൻ ടച്ചിങ്സിന് നല്ലതാ തന്നല്ലേ? അല്ലേ? എന്നാ പിന്നെ ഒരെണ്ണം അടിച്ച് കഴിക്കല്ലേ? തേനാ മാമ ഇത്. സൂപ്പർ സാധനം ഇത്. തന്നെ അടിച്ചോ നല്ല രീതിയിൽ അടിച്ചോ. ടച്ചിങ് ഒക്കെ എടുത്തു. കിടില സാധനം. നല്ലല്ലേ? നല്ല സാധനം മാമ. എടാ നീ ഇപ്പൊ ഈ ഇവിടെ കല്യാണം കഴിഞ്ഞ് പോയാലും നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. ഉറപ്പായിട്ടും വരും മാമ. കാരണം മാമൻ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാരാബ്ദം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരു അര എടുക്കുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് അടിക്കുന്നു. നൈസായിട്ട് ഇവിടെ എനിക്കിട്ട് വെക്കാനുള്ള പരിപാടിയാണല്ലേ? എവിടെ വലിക്കോ? ഞാൻ വലിക്കും. ഭയങ്കര വലിയ. ഞാൻ ബീഡിയുടെ ആളാ. കൊള്ളാം. ഞാൻ ഒരു ബീഡി ഇപ്പൊ കിട്ടി ഞാൻ ഒറ്റയടിക്കാൻ വലിച്ചിടും. പിന്നെ എനിക്ക് ഈ സൈഡില്ല, കരട് കംപ്ലീറ്റ് പോയിരിക്കുവാ. ഭയങ്കര വലിക്കാരണം. ബീഡിയുടെ ആള്. ബീഡിയാണ് ഞാൻ. ബീഡി ചേട്ടൻ തുമ്പത്തില്ല, അതിന്റെ വള്ളിയുടെ അതുവരെ ഞാൻ വലിച്ചു തീർക്കും. അങ്ങനത്തെ ആളാ ഞാൻ. വലിക്കും. നീ വലിക്കോടാ? ഞാൻ വലിക്കൂല മാമ. കാരണം നമ്മള് 2 അടിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഈ പുകവലിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. നീ എന്നെ എത്ര നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പുക വലിക്കൂല. ഓടാ ഇറങ്ങി. അയ്യോ ഓടുകൈ വലിക്കരുത്. വലിക്കുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആണല്ലേ? സത്യമായിട്ടും എനിക്ക് വലിക്കയില്ല. ഞാൻ വലിക്കുന്നവരെ എനിക്ക് കണ്ണുകറിയെ കണ്ടുകൂടാ. ആണല്ലേ? പിന്നല്ലാതെ വീടിയുടെ മണം പോടാ അങ്ങോട്ട്. ഞാൻ വലിക്കത്തില്ല സത്യമായിട്ട്. പിന്നെ നിന്റെ ചുണ്ട് കണ്ടറിയാം. അത് പിന്നെ ഇന്ന് ലിഫ്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. വലിക്കൂല. അടുത്തേനെ ഞാൻ പിടിക്കും. പിന്നെടാ ഇത്രയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങ് ഇടപെട്ട്. അതെ, സന്തോഷിച്ചില്ലേ? അതെ മാമ. ഒരു വേറൊരു വൈബില്ലേടാ? നല്ല പോലെ ഞാൻ കെട്ടിച്ചയക്കാൻ പോകുന്നു. അതെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചെറുപ്രായത്തിലൊക്കെ ആണുങ്ങൾക്ക് ഉണ്ടാകാം ചെറിയ ചുറ്റിക്കളിയോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്കില്ല. സത്യമായിട്ട് ആ ഒരു സംഭവം എനിക്കില്ല. ഇല്ല. ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം എനിക്കില്ലേ. സത്യം. സന്തോഷം. നിനക്കടാ? അമ്മ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് കേട്ടോളാം. നീ പറ. അല്ല, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് 3 പെൺപിള്ളേരുമായിട്ട് ലൈനായിരുന്നു. ഞാൻ അവരെ കൊണ്ട് പാർക്കിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്, സിനിമക്കൊക്കെ പോകുമായിരുന്നു. നീ തോറ്റടാ. അത് നീ തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാ എടാ എനിക്ക് 5 ലൈൻ ഉണ്ടായിരുന്നു. പിന്നല്ലാതെ എടാ ആണുങ്ങളാവുമ്പോ ചെറിയ ചുറ്റിക്കളി പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കല്യാണത്തിന് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നേ. എനിക്കും ഉണ്ടായിരുന്നു. എന്റെ കസ്റ്റഡിയിൽ 3 അക്കച്ചുകാർ ഇപ്പോഴും ഉണ്ട്. സത്യമായിട്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്ക്. അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ഇന്നും രാവിലെ വിളിച്ചിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് ഒരുപാടെണ്ണം ഇഷ്ടം പോലെ ഉണ്ട്. എടാ ഇതാരടാ ഈ മനു കുമാരി? അത് രമണി കുമ്പളം. അപ്പൊ ഈ രാജേഷ് പാലോട്? അത് രാജാമണി പാലക്കാട്. ഇവിടെ അറിയാൻ വേണ്ടി അടിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാം. ഞാനെന്നാ അങ്ങോട്ട് നീ ഒന്നാ. നിനക്ക് എത്ര അക്കന്മാരായിട്ട് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞത്? 3-4 ഉണ്ട്. ആണുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ വേണ്ട. ഏത് നീ എന്നിട്ട് അക്കച്ചിമാരുടെ കുണുവാവേടാ നീ? ഏതെങ്കിലും അച്ഛന്മാർ അറിഞ്ഞോണ്ട് ഏതെങ്കിലും പിള്ളേരെ ഞാൻ കടലിൽ കൊണ്ട് താക്കോടാ? നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചേർന്നല്ലേടാ? അങ്ങനെയല്ലേ നിങ്ങൾ? എങ്ങനെയല്ലാന്ന്? അല്ല, നേരത്തെ ആള് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സംഭവം പറഞ്ഞില്ലായിരുന്നു. ആണുങ്ങളാകുമ്പോ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഐസിനങ്ങ് പറഞ്ഞേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ ഉണ്ടാടാ? എനിക്കറിഞ്ഞൂടെ, ഞാൻ ഡീസന്റ് ആണ്. എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. നീ വെള്ളം അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ വെള്ളം അടിച്ചില്ലടാ? അതും ആണുങ്ങളാണെന്ന് പറഞ്ഞോണ്ട് നിന്നെ ഭയങ്കര വീടിരമണം. എനിക്കറിയാം നിനക്ക് ഭയങ്കര ചുറ്റിക്കളിയുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ ഈ പേരെഴുതി മാറ്റിയിട്ടിരിക്കുന്ന എന്നെ ഭയങ്കര കള്ളമില്ലടാ. മക്കളെന്നില്ലേ ഈ നമ്മൾ ഈ 90 കിഡ്സിനൊക്കെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റാം. നമ്മൾ പക്ഷെ ടോപ്പാണ്. പക്ഷെ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ട് നമുക്ക്. ഇടാ എനിക്കൊരു തെറ്റ് പറ്റി. എന്റെ തീരുമാനത്തിൽ തെറ്റ് പറ്റി. എന്റെ മോളെ ഞാൻ നിനക്ക് വാങ്ങാൻ കഴിച്ചു തരും. നിനക്ക് ഞാൻ വാങ്ങാൻ കഴിച്ചു തരും. മാമൻ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. നിനക്ക് ഞാനൊരു ബിസിനസ് തുടങ്ങി തരും. അപ്പോഴാ എനിക്ക് നിനക്ക് നീ നെല്ല് ഒരു സെക്കൻഡ്. ഇവിടെ വേറെ സെറ്റ് ചെയ്തെന്ന്. ഹലോ, ആവോ മേരെ ഘർ ആവോ. ബംഗാളി പെണ്ണുങ്ങളൊക്കെ അത്ര അങ്ങനെ. ഓക്കെ. ആരാ മാമ വിളിച്ചത്? നേരത്തെ പറഞ്ഞു വിട്ട ബംഗാളികളെ. ഈ ഐറ്റത്തെ എടുത്ത് മാറ്റാൻ. മാമാ, ടു ബി ഫ്രാങ്ക്. അയ്യോ